സർക്കാരിൻ്റെ കീഴിൽ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്കിൻ്റെ 2024-25 വർഷത്തെ സ്പെഷ്യലിസ്റ്റ് ഓഫീസർമാരുടെ ഒഴിവുകളിലേക്ക് അപേക്ഷ ആരംഭിച്ചിട്ടുണ്ട്. തസ്തികകൾ ഏതാണെന്നും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നമുക്ക് നോക്കാം. ഇത്തരത്തിൽ ഇൻഫോർമേറ്റീവായ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വിവിധ വിഭാഗങ്ങളിലായി 68 ഒഴിവുകളിലേക്കാണ് നിയമനം നടത്തുന്നത്. ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലുള്ള സ്പെഷ്യലിസ്റ്റ് ഓഫീസർമാരുടെ തസ്തിക നികത്തുന്നതിന് IPPB താൽപ്പര്യമുള്ളവരും സന്നദ്ധരും കഠിനാധ്വാനികളുമായ ഉദ്യോഗാർത്ഥികളിൽ നിന്നാണ് അപേക്ഷ ക്ഷണിക്കുന്നത്. ഈ വിഭാഗത്തിൽ ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലെ അസിസ്റ്റൻറ്റ് മാനേജർ, മാനേജർ, സീനിയർ മാനേജർ, സൈബർ സെക്യൂരിറ്റി എക്സ്പെർട്ട് എന്നിവ ഉൾപ്പെടുന്നു. ഈ തസ്തികകളിലേക്കുള്ള പ്രായപരിധി നോക്കാം. അസിസ്റ്റൻറ്റ് മാനേജർ പോസ്റ്റിലേക്ക് 20 വയസ്സ് മുതൽ 30 വയസ്സ് വരെയും, മാനേജർ പോസ്റ്റിലേക്ക് 23 വയസ്സ് മുതൽ 35 വയസ്സ് വരെയും, സീനിയർ മാനേജർ പോസ്റ്റിലേക്ക് 26 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുമാണ്. അസിസ്റ്റൻറ്റ് മാനേജർ പോസ്റ്റിലേക്ക് എക്സ്പീരിയൻസ് ആവശ്യമില്ല, പക്ഷേ മാനേജർ പോസ്റ്റിലേക്ക് 3 വർഷവും സീനിയർ മാനേജർ പോസ്റ്റിലേക്ക് 6 വർഷവും എക്സ്പീരിയൻസ് ആവശ്യമാണ്. സൈബർ സെക്യൂരിറ്റി വിഭാഗത്തിലേക്ക് 50 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. 6 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ആവശ്യം. ഇനി ഈ പോസ്റ്റുകളിലേക്കുള്ള ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. BA or BTech in Computer Science or IT or Computer Application or Electronics and Communication or Electronics and Instrumentation. കൂടാതെ ഇതിൻ്റെ എല്ലാം PG ലെവലും അംഗീകരിക്കുന്നതാണ്. ബാങ്കിലോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. ഇന്ത്യയിൽ എവിടെയും സേവനം ചെയ്യാൻ തയ്യാറുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. IPPB റിക്രൂട്ട്മെൻറ്റിൻ്റെ ഔദ്യോഗിക അറിയിപ്പനുസരിച്ച് അഭിമുഖം വഴിയാണ് തിരഞ്ഞെടുപ്പ് നടത്തുക. ഇനി ആപ്ലിക്കേഷൻ ഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. SC, ST, PW വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് 150 രൂപ ഇൻറ്റിമേഷൻ ഫീസായി നൽകണം. മറ്റുള്ളവർക്ക് അപേക്ഷാ ഫീസായി 750 രൂപയാണ്. മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റായ IPPBonline.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നില്ലേ ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന്?